VR ഗുരുവായൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ സർപ്പപ്രതിഷ്ഠ വാർഷികമാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സത്യം കൊച്ചനുമായി ചോദിക്കാം. നമസ്കാരമുണ്ട്. നമ്മളിന്ന് ഇപ്പോൾ പൂജയാണ് ഇന്നിവിടെ. ഇത് നമ്മുടെ ഒരു തറവാട്ടമ്പലാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ വന്നാണ്ട് പൂജിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കൊച്ചനോട് നമുക്ക് ചോദിക്കാം. കൊച്ച, നമ്മുടെ ഇതിൻ്റെ പൂജകളെന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഉണ്ടാവാറ്. ആയില്ല പൂജ ഉണ്ടാവാറുണ്ട് ഓരോരോ സ്ഥലത്ത്. അതുപോലെ തന്നെ നമ്മുടെ പൂജ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളോം പാട്ടുണ്ടാവും. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയാണ്. ഇവിടുത്തെ ഒരു ഐതിഹ്യം, ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാണ്? ഇപ്പം ഞങ്ങളുടെ മൂല കുടുംബം എന്ന് പറയുന്നത് പാഴൂർ മനയാണ്. പാഴൂർ മനയിൽ നിന്ന് ഇടയാഴം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നിർമ്മാണത്തിനായിട്ട് അവിടുന്ന് പോകുന്നതാണ്. അത് വന്നത് വേരുള്ളിലാണ്. വേരുള്ളിൽ നിന്ന് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്പകൂടം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പണിക്കായിട്ട് അവിടുന്ന് രണ്ട് കാരണന്മാർ ഇങ്ങോട്ട് മാറി അവിടെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിന്നു. അതിൽ നിന്ന് കിട്ടിയതാണ്, അല്ലെങ്കിൽ പാഴൂരിൽ നിന്ന് കൊണ്ടുവന്ന സർപ്പങ്ങളാണ് ഇവിടെ ഇരിക്കണമെന്നാണ് സങ്കല്പം. ഇവിടെ സർപ്പങ്ങൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നാഗരാജാവ്, നാഗയക്ഷി, മണിനാഗം, ഇങ്ങനെ 3 നാഗങ്ങളാണ്. അതിൻ്റെ കൂടെ ഉള്ളത് രക്ഷസിന്റെ ഒരു പ്രത്യേക നേദ്യം കൂടി നമ്മളിവിടെ ചെയ്യാറുണ്ട്. ഈ നേദ്യം ചെയ്യണ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രതിഷ്ഠാ വാർഷികത്തിനോടനുബന്ധിച്ചിട്ടാണ് നേദ്യം നടത്തുന്നത്, വെച്ച് നേദ്യം നടത്തുന്നത്. അത് ബ്രാഹ്മണരെ കൊണ്ടാണ് ചെയ്യിച്ചു പോരുന്നത്. പിന്നെ വർഷത്തിലൊരിക്കലും പ്രതിഷ്ഠാ വാർഷികത്തിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്തു പോരുന്നത്. പ്രതിഷ്ഠാ വാർഷികം എന്ന് പറയുന്നത് തുലാമാസത്തിലെ അനിഴ നക്ഷത്രത്തിലാണ്. മറ്റേ സാധാരണ സർപ്പൂജയ്ക്ക് ആയില്ലാണ്. ഇവിടെ പ്രതിഷ്ഠാ വാർഷികമാണ് പ്രാധാന്യം. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഇവിടെ തുലാമാസത്തിലെ അനിഴ നക്ഷത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പം സാധാരണ രീതിയിൽ വെച്ചുനേദ്യം നടത്തുന്ന സമയത്ത് സർപ്പം പാട്ട് നടത്താൻ പാടില്ല. വെച്ചുനേദ്യം കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വെച്ചുനേദ്യത്തിന് മുൻപായിട്ടാണ് പുള്ളവും പാട്ട് നടത്താറുള്ളത്. ഇനി അതല്ലെങ്കിൽ വേറൊരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ പുള്ളവന്മാർക്ക് തളിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പം ഇവിടുത്തെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരെ കൊണ്ട് തന്നെയാണ് വെച്ചുനേദ്യം നടത്തി പോരുന്നത്. അവരാണ് നേദ്യങ്ങൾ കൊടുത്തു പോരുന്നത്. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം എന്താ പറയണ്ടേ, ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ട് അങ്ങനെയാണ് ചെയ്തു പോരുന്നത്. ബ്രാഹ്മണരാണ് ചെയ്യണേ. ഇനി അതല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു കാരണവരായിട്ട് ചെയ്തു പോരും. അങ്ങനെ ഒരു സമ്പ്രദായം കൂടിയുണ്ട്. അപ്പൊ ഇത് രണ്ടാണ് സമ്പ്രദായം ഉള്ളത്. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ രീതികളാണ് ഇതിന്. അതായത് അവിടുത്തെ പ്രത്യേകത ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ സമ്പ്രദായം ഇങ്ങനെയാണ്. അപ്പൊ വലിയ സന്തോഷമുണ്ട്. നമ്മൾ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനത്തിനായിട്ടാണ് നമ്മൾ വേരുവള്ളിയിൽ നിന്നിട്ട് തലയെടുത്തേക്ക് പോകുന്നത്. അപ്പോൾ അതിന് പ്രത്യേകതയും കൂടിയുണ്ട്. തൃപ്പൂണിത്തുറത്തെ എന്താ ആചാരങ്ങൾ വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പണിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആശാരി വരുമ്പോൾ കുടുംബക്കാർ ചെയ്യണമെന്നാണ് സങ്കല്പം. അപ്പം അവരുടെ കാരണവരുടെ പിന്തുടർച്ച അവകാശമാണ്. അതുപോലെ കൊടികയറ്റിന് പ്രത്യേകമായിട്ട് അവിടെ എന്താ പറയണ്ടേ, ധ്വജം, ധ്രുവം, ധാരവെട്ട, ഇതെല്ലാം ഉത്സവത്തിന് 2 ദിവസം, കൊടികയറുന്നതിന് 2 ദിവസം മുമ്പ് അവിടെ നടക്കൽ സമർപ്പിക്കണം. അതും ഇതുവരെ മുടക്കം കൂടാതെ ചെയ്തു പോരുന്നുണ്ട്. തലമുറകളായിട്ട് ചെയ്തു പോരുന്നു. അപ്പൊ അതിങ്ങനെ ചെയ്തു പോരുന്ന കാര്യങ്ങളാണ്. തൃപ്പൂണിത്തുറപ്പനാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ദേവൻ. ഇപ്പൊ ഇടയാഴത്തെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് പണിയാൻ വന്നത്. അവിടുത്തെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷമാണ് തൃപ്പൂണിത്തുറത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ അതിലൊരു ശാഖയാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇപ്പൊ പാഴൂരിൽ നിന്നാണെങ്കിലും നമുക്ക് എന്താ പറയണ്ടേ, ഒരു കുടുംബക്കാർ മാത്രമല്ല, വേരുള്ള കുടുംബം മാത്രമല്ല പോന്നേക്കണേ. എന്താ പറയണ്ടേ, കൊല്ലന്താനം ഉണ്ട്, അതുപോലെ തന്നെ തറയിൽ കുടുംബമുണ്ട്, അതുപോലെ തന്നെ വെള്ളിശ്ശേരി കുടുംബമുണ്ട്. വെള്ളിശ്ശേരി കുടുംബം വെള്ളിശ്ശേരി തട്ടാനാണ്. കൊല്ലന്താനം എന്ന് പറഞ്ഞാൽ കൊല്ലന്മാരാണ്. അതുപോലെ തന്നെ കണിയാന്മാരുണ്ട്, അതുപോലെ പരവന്മാരുണ്ട്, മൂശാരിമാരുണ്ട്, അതുപോലെ തന്നെ അടയത്ത് നായരുണ്ട്. ഇതൊക്കെ ഒരു ഗ്യാങ്ങായിട്ട് ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോന്നിട്ടുള്ളവരാണ്. അപ്പൊ അതും ഇങ്ങനെ അവരെല്ലാവരും ഇപ്പം എന്താ പറയുക, ഇടയാഴത്തെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അവകാശങ്ങൾ വേരുവള്ളിക്കാർക്കാണ്. അവരത് ചെയ്തു പോരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയതുകൊണ്ട് തൃപ്പൂണിത്തുറ ഇത് നമ്മൾ ചെയ്തു പോരുന്നു. അതിങ്ങനെ പാരമ്പര്യമായിട്ട് ചെയ്തു പോരുന്ന കാര്യമാണ്. ഉത്സവത്തിന് 2 ദിവസം മുമ്പ്, കൊടിയേറുന്നതിന് 2 ദിവസം മുമ്പ് ഈ കൊടിയേറ്റുന്നതിന് വേണ്ടി, മുളയറെ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതല്ല. ഇത് പുറത്തൊന്നും കാണുന്ന സാധനമല്ല. അതൊരു അവകാശമായിട്ട് ചെയ്തു പോരുന്നു. മുളയറയ്ക്ക് വേണ്ടിയിട്ടുള്ളതും കൊടിയേറ്റിന് ധ്വജം, ധ്രുവം, ധാരവെട്ട, ഇതൊക്കെ അവിടെ നിത്യ ആവശ്യമുള്ളതാണ്. പക്ഷെ ഇതൊന്നും പുറത്ത് കാണൂല. ഇതൊക്കെ നമുക്ക് അവിടെ നടയിൽ വെക്കാന്ന് മാത്രമേ ഉള്ളൂ. സന്തോഷമായി.
ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.